ഈ ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നൽകിയ കൃപകൾക്കായി സ്തോത്രം. इस ईस्टर के दिन प्रभु को महिमा देने का अवसर प्रभु ने दिया, उसके लिए प्रभु को धन्यवाद देते हैं. യേശു ഉയർത്തെഴുന്നേറ്റതിനായി സ്തോത്രം. यीशु जी उठा, इसके लिए धन्यवाद. അവൻ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യും. वो हमारे अंदर वास कर रहे हैं. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ എന്ന് പൗലോസ് പറയുന്നു. महिमा की आशा मसीहा हमारे अंदर वास कर रहे हैं. ഞാനൊരു വചനം ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ പോകുകയാണ്. एक वचन आपके साथ बांटूंगा. Acts of the Apostles chapter 2 verse 1, 2, 3, 4. प्रेरितों का पुस्तक दूसरा अध्याय, उसका पहला, दूसरा और तीसरा वचन. 1 to 4. Chapter 2 verse 1 to 4. दूसरा अध्याय उसका 4 वचन तक. प्रेरितों का पुस्तक എല്ലാവർക്കും അറിയാവുന്ന വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഒന്നാണ്. सब लोग ये वचन जानते हैं. प्रेरितों का पुस्तक दूसरा अध्याय उसका पहला वचन से लेकर इस प्रकार लिखा है, जब पेंतकुस्त का दिन आया तब वे सब एक जगह इकट्ठे थे. एकाएक आकाश से बड़ी आंधी की सी सनसनाहट का शब्द हुआ और उससे सारा घर जहां वे बैठे थे गूंज गया, और उन्हें आग की सी जीभ फटती हुई दिखाई दी और उनमें से हर एक पर आ ठहरी, और वे सब पवित्र आत्मा से भर गए, और जिस प्रकार आत्मा ने उन्हें बोलने की सामर्थ्य दी वे अन्य अन्य भाषा बोलने लगे. ആമേൻ. നാളെ കഴിഞ്ഞ് നമ്മുടെ ആക്സിന്റെ ക്ലാസ് നടക്കുകയാണ്. कल और परसों प्रेरितों का पुस्तक का शिक्षा हो रहा है. ഇന്ന് അതങ്ങ് തുടങ്ങിയേക്കാം. आज क्यों ना आज से ही शुरू कर दिया जाए. ഹല്ലേലൂയ. हालेलुया. ആമേൻ. എല്ലാവർക്കും അറിയാവുന്ന ഒരു വിശുദ്ധ തിരുവെഴുത്ത്. ये वचन सब लोग जानते हैं. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. जब पेंतकुस्त के दिन आया तो वे सब इकट्ठे थे. നമ്മൾ ഇന്ന് പകൽ ഇവിടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. हम यहाँ पर एक साथ इकट्ठे हुए हैं. അന്ന് അവിടെ സംഭവിച്ചത് എന്തോ അത് ഇന്ന് ഇവിടെ സംഭവിക്കണം. वहां उस दिन जो हुआ आज यहाँ हो सकते हैं. ഹല്ലേലൂയ. हालेलुया. ആ 4 വാക്യം ഞാൻ എത്രയോ പ്രാവശ്യം വായിച്ചെന്ന് എനിക്കറിയില്ല. मैं नहीं जानता मैं वो 4 वचन कितने बार पढ़ चुके हैं. अभी ഞാൻ ഏറ്റവും കൂടുതൽ മെസ്സേജ് കൊടുക്കുന്നത് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസിൽ നിന്നാണ്. सबसे ज्यादा प्रेरितों का पुस्तक से ही मैं प्रचार करता हूं. ഞാൻ മിനിസ്ട്രി തുടങ്ങിയിട്ട് 30 വർഷം പിന്നിടുകയാണ്. सेवकाई में आकर लगभग 30 साल हो चुका है. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് മാത്രമേ പ്രീച്ച് ചെയ്യാൻ അറിയാവുള്ളൂ. कुछ लोग मुझसे ये भी पूछते हैं कि क्या यही प्रचार करने आते हो आपको. ആമേൻ. ന്യൂ ടെസ്റ്റമെന്റിലെ ഏക ഹിസ്റ്റോറിക്കൽ ബുക്ക്, ചരിത്ര ബുക്കാണ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്. नया नियम का सबसे ज्यादा इतिहास का वर्णन करने वाला पुस्तक है प्रेरितों का पुस्तक. ദൈവം നമ്മെ വിളിച്ചത് ഒരു ട്രഡീഷൻ ആകാനല്ല, ഹിസ്റ്ററി ആകാനാണ്. प्रभु हमें इसलिए नहीं बुलाए कि हम एक परंपरा बन जाए. प्रभु हमें इसलिए बुलाए कि हम एक इतिहास बन जाए. ഹല്ലേലൂയ. हालेलुया. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. पेंतकुस्त का दिन जब आए तो वे सब इकट्ठे थे. പെട്ടെന്ന് അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. अचानक से वहां पवित्र आत्मा आता है. ഇന്ന് നമ്മുടെ ഈസ്റ്റർ ദിനം ലോകം മുഴുവൻ കൊണ്ടാടുന്ന ദിവസമാണ്. आज ईस्टर का दिन दुनिया भर में मनाया जा रहा है. യേശു ഉയർത്തെഴുന്നേറ്റതിനായി സ്തോത്രം. यीशु जी उठा, इसके लिए धन्यवाद. അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് വൃഥാവാവുകയില്ല. इसलिए आज का संदेश भी बेकार में नहीं जाएगा. ഹല്ലേലൂയ. हालेलुया. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് എങ്ങനെയാണെന്ന് 2, 3, 4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കും. पवित्र आत्मा किस प्रकार उतर के आया 2, 3 और 14 वचन में देखते हैं. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് എൻ്റെ 17ാമത്തെ വയസ്സിലാണ്. पवित्र आत्मा को मैंने 17वां उम्र में पाया. ഞാൻ ചെറിയ പ്രായം മുതൽ തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാൻ ആഗ്രഹിച്ച ഒരാളാണ്. छोटे उम्र से ही मेरे अंदर इच्छा था कि मैं पवित्र आत्मा को पाऊं. കാരണം അങ്ങനെ ഒരു പേരൻസിനാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. क्योंकि मेरा पैदाइश ऐसे ही परिवार में हुआ. എൻ്റെ സ്കൂൾ ജീവിതം മുതൽ ഞാൻ ഇങ്ങനെ സുവിശേഷം പറയുമായിരുന്നു. मेरे स्कूल के സമയോ से मैं सुसमाचार बोलता था. എൻ്റെ 10th ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നത്. 10वीं क्लास में जब मैं आया था तो यीशु मसीह को उद्धारकर्ता के रूप में मैंने स्वीकार किया. അപ്പോൾ മുതൽ ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം അകത്ത് വന്നു. तब से मेरे अंदर इच्छा आई कि मुझे पवित्र आत्मा पाना है. എനിക്ക് 16 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് റോഡ് സൈഡിൽ നിന്ന് പ്രസംഗിക്കുമായിരുന്നു. जब मेरा 16वां उम्र था उस समय मैं अकेले सड़क में खड़े होकर प्रचार करते थे. സുവിശേഷത്തിൽ ഭയങ്കര
ആവേശം അകത്ത് ദൈവാത്മാവ് തന്നു. सुसमाचार के प्रति मेरे अंदर बड़ा उत्साह आया, बड़ा आग आया. പക്ഷേ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാൻ പറ്റിയില്ല. मगर मैं पवित्र आत्मा की अभिषेक नहीं पाया. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. उपवास करते थे, प्रार्थना करते थे. പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനുള്ള മീറ്റിങ്ങിൽ പോയി ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവരെല്ലാം പ്രാപിക്കും, പക്ഷെ ഞാൻ പ്രാപിക്കുകയില്ല. हाँ, जैसे भी ऐसे सभाओं में जाके बैठते थे, मेरे आजू बाजू में जो बैठते थे वे सब अन्य भाषा पाते थे, अभिषेक पाता था, मगर मुझे नहीं मिलता था. അപ്പോൾ ആൾക്കാരെല്ലാം വിചാരിച്ചു എനിക്ക് എന്തോ സംതിങ് ഈസ് പ്രോബ്ലം. तो कुछ लोग ऐसे लोगों को लगता था कि मुझ में कुछ दिक्कत है. എനിക്ക് ഒത്തിരി വിഷമം തോന്നി. मुझे बहुत दुख महसूस हुआ. ഞങ്ങളുടെ ചർച്ചിൽ നല്ല അനോയിന്റഡ് ആയ പാസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഫ്രണ്ടിൽ പോയിരിക്കും, എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി. कलीसिया में जब भी अभिषिक्त दास लोग आते थे, मैं आगे आकर बैठता था. അവർ കൈവെക്കും, പക്ഷേ പ്രാപിക്കുകയില്ല. वे हाथ रखते थे, मगर मेरे ऊपर कुछ होता नहीं था. അപ്പോൾ എന്നോട് തന്നെ അവർ ചോദിക്കും, നിന്റെ അപ്പം തീ പോലെ നിന്നിട്ട് നീ എന്നാടാ ഇങ്ങനെ ആയിപ്പോയെന്ന്. तो वो मुझसे ऐसे पूछते थे, तुम्हारे पिता तो बहुत आग से भरा हुआ इंसान था, तुम ऐसे क्यों हो गया? ഹല്ലേലൂയ. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന 17ാമത്തെ വയസ്സിലാണ്. बाइबल स्कूल में मैं 17वां उम्र में गया. അപ്പോൾ ഞാൻ പഠിച്ച ബൈബിൾ സ്കൂളിൽ ഒരു പ്രശ്നമുണ്ട്. അവിടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർക്ക് അഡ്മിഷൻ കൊടുക്കുകയില്ല. वहाँ उन दिनों में ऐसा था कि बाइबल स्कूल में तभी एडमिशन मिलता है अगर तुम्हारे अंदर अभिषेक है. അവിടെ 32 സ്റ്റുഡൻസ് പഠിക്കും. 32 स्टूडेंट्स पढ़ सकते ഞാൻ थे. മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തത്. और मैं ही था जिनको अभिषेक नहीं मिला था. എന്നെ അവിടെ എടുത്തു അഡ്മിഷൻ തന്നതിനായി സ്തോത്രം. बाद में विनती किया तो एडमिशन तो दिया. ഫസ്റ്റ് സെമസ്റ്റർ ഞാൻ പരിശുദ്ധാത്മാഭിഷേകം ഇല്ലാതെയാണ് ബൈബിൾ സ്കൂളിൽ പഠിച്ചത്. फर्स्ट सेमेस्टर पवित्र आत्मा के अभिषेक के बिना मैं पूरा किया. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു 3 days യൂത്ത് മീറ്റിംഗ് നടക്കുകയാണ്. पहला सेमेस्टर खत्म हुआ, उसके बाद 3 दिन का एक यूथ मीटिंग हो रहा था. അപ്പോൾ അതിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സെഷൻസ് ഉണ്ട്. वहाँ पवित्र आत्मा का अभिषेक पाने का एक सेशन था. ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. मैं आगे बैठे हुए. എൻ്റെ ഫ്രണ്ടിൽ ഒരാൾക്ക് ഇരിക്കാൻ സീറ്റ് കൊടുക്കാത്ത രീതിയിലാണ് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കണേ. मैं ऐसे आगे बैठा है कि मेरे आगे और किसी को बैठने का जगह ही ना हो. ഹല്ലേലൂയ. കാരണം എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. क्योंकि मुझे चाहिए पवित्र आत्मा की अभिषेक. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. आज मैं आपको आशीष दे. നിങ്ങളെല്ലാവരും ഫ്രണ്ടിൽ ഉണ്ടാകണം. आप सब के ऊपर होने അഭിഷേകത്തിൽ ഫ്രണ്ടിൽ ഉണ്ടാകണം. अभिषेक पाने के लिए हमेशा इच्छा होना चाहिए. ഉത്സാഹത്തിൽ ഫ്രണ്ടിൽ ഉണ്ടാകണം. उत्साह में तुम हमेशा आगे दिखे. കർത്താവിന്റെ വേലയിൽ ഫ്രണ്ടിൽ प्रभु ഉണ്ടാകണം. का सेवा करने में तुम आगे दिखे. ആരാധിക്കാൻ നിങ്ങൾ ഫ്രണ്ടിൽ ഉണ്ടാകണം. आराधना करने के लिए आगे दिखे. മിഷൻ ചെയ്യാൻ നിങ്ങൾ ഫ്രണ്ടിൽ ഉണ്ടാകണം. मिशन करने के लिए आगे दिखे. ഹല്ലേലൂയ. हालेलुया. ഒരിക്കലും നിങ്ങൾ പുറകിൽ പോകരുത്. हमेशा पीछे नहीं हटना. എപ്പോഴും ആത്മാവിൽ നിങ്ങൾ ഫ്രണ്ടിൽ ഉണ്ടാകണം. हमेशा आत्मा में आगे बढ़ते रहना. ഇങ്ങനെ ഒന്നാം ദിവസത്തെ യോഗം കഴിഞ്ഞു. पहला दिन का सभा समाप्त हुई. ഒത്തിരി യൗവനക്കാർ അഭിഷേകം പ്രാപിച്ചു. बहुत से जवान लोग अभिषेक पाए. ഞാൻ പ്രാപിച്ചില്ല. मेरे ऊपर कुछ नहीं हुआ. രണ്ടാം ദിവസത്തെ മീറ്റിംഗ് दूसरा दिन की सभा ഒത്തിരി പേര് അഭിഷേകം പ്രാപിക്കാൻ തുടങ്ങി. और भी लोग अभिषेक पाने लगे. എനിക്ക് അഭിഷേകം കിട്ടുന്നില്ല. मुझे नहीं मिल रहे. എനിക്ക് ഭയങ്കര സങ്കടമായി. मैं बहुत दुखी हो गया. മൂന്നാം ദിവസത്തെ ലഞ്ചോട് കൂടെ മിനിസ്ട്രി കഴിയുകയാണ്. तीसरे दिन के लंच के साथ सेवकाई समाप्त हो रहे. ഞാൻ തീരുമാനിച്ചു ഫ്രണ്ടിൽ തന്നെ ചെന്നിരിക്കാം. मैंने सोचा कि आगे जाके बैठेंगे. ഒരേ ഒരു സെഷനേ ഉള്ളൂ. एक ही सेशन है. അന്നൊരു ഗസ്റ്റ് പാസ്റ്റർ വരുന്നുണ്ട്. उस दिन एक गेस्ट पास्टर आ रहे हैं. എന്റെ ലാസ്റ്റ് ചാൻസ് അതാണ്. मेरा आखिरी मौका वही है. ഹല്ലേലൂയ. हालेलुया. ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. मैं आगे बैठकर प्रार्थना कर रहा हूं. ഉടനെ അവിടുത്തെ പ്രിസൈഡ് ചെയ്യുന്ന ആൾ വന്ന് അനൗൺസ് ചെയ്തു, ഇന്നത്തെ പാസ്റ്റർ ഗസ്റ്റ് പാസ്റ്റർ ഓൺ ദ വേ വന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അദ്ദേഹത്തിന് ചിലപ്പം വരാനൊക്കത്തില്ല. तो जो सभा अगुवाई कर रहा था वो प्रभु के दास आगे आकर बोला, जो प्रभु के दास आने वाला था रास्ते में कुछ दिक्कत हो गया, वो नहीं आ पा रहे. എനിക്കങ്ങ് വിഷമായി. मेरे अंदर और मैं परेशान हो गया. കുറച്ച് കഴിഞ്ഞപ്പോൾ അനൗൺസ് ചെയ്തു അദ്ദേഹം വരാൻ സാധ്യതയുണ്ട്, വന്നാലും പ്രീച്ചിങ്ങിന് ടൈം കിട്ടുകയല്ല, ജസ്റ്റ് 10 minutes വല്ലോ നിങ്ങളോട് സംസാരിക്കുമായിരിക്കും എന്ന് അനൗൺസ് ചെയ്തു. फिर कुछ टाइम के बाद अनाउंसमेंट सूचना फिर से आया कि वो दास आ सकते हैं, मगर आएगा तो भी प्रचार के लिए समय नहीं है. 5-10 मिनट 2-3 बातें बोलेंगे और वो चले जाएंगे. അപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് ഏറ്റവും ബാക്കിൽ പോയി. तो मैं उठा और मैं सबसे पीछे जाके बैठ गया. നിരാശ കൊണ്ടാണ്. निराशा आया. ഞാൻ പ്രാപിച്ചില്ലല്ലോ. निराशा ये आया कि मुझे मिला नहीं.
ഇതിൻ്റെ അകത്ത് ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. आज यहाँ पर पवित्र आत्मा को पाने का इंतजार में अगर कोई भी इधर है तो मैं कहना चाहता हूं आज तेरा सुबह है. ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നപ്പോൾ പുറകിൽ എൻ്റെ പേരൻസ് ഇരിപ്പുണ്ട്. सबसे पीछे जाके बैठा तो वहां पर मेरे माता पिता बैठे थे. അവരോട് ചോദിച്ചു, നീ എന്തിനാ പുറകിൽ വന്നേ? उन्होंने पूछा कि तू पीछे क्यों आके बैठ गए. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാപിച്ചില്ല, ഇതുവരെ പ്രാപിക്കാനുള്ള ഫൈനൽ ടൈം ആയിരുന്നു, അപ്പോൾ പാസ്റ്ററും വരത്തില്ല, ഇനി ദൈവത്തിന് ഇഷ്ടമുള്ള സമയം എപ്പോഴും അപ്പം എന്നെ തൊട്ടാൽ മതി. मैंने बोला मुझे मिला नहीं, वो पास्टर भी आने वाला था, वो भी शायद नहीं आएगा, अब छोड़ो, जब प्रभु देना चाहे तब देंगे, अब क्या करें. ഉടനെ എൻ്റെ പേരൻസ് പറയേ, ലാസ്റ്റ് 10 മിനിറ്റ്സ് ആ പാസ്റ്റർ വരുമെന്നല്ലേ പറഞ്ഞ, ദൈവത്തിന് നിന്നെ തൊടാൻ 10 മിനിറ്റ് വേണ്ടല്ലോ. मेरे पेरेंट्स ने बोला, अरे 10 वाकई लास्ट 10 मिनट वो पास्टर आ सकते हैं, क्या पता प्रभु उस 10 मिनट के अंदर तेरे जीवन में कुछ करे. ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ നേരത്തെ എന്നെ തുടരുതായിരുന്നു കർത്താവിന്? तो मैंने बोला, इतना लास्ट तक क्यों वेट करना, अगर छूना ही था तो पहले ही छू लेते. ഹല്ലേലൂയ. ഞാൻ ഫ്രണ്ടിൽ വന്നില്ല, ഞാൻ പുറകിൽ തന്നെ ഇരുന്നു. मैं आगे नहीं आया, मैं पीछे ही बैठा. വേറൊരു പാസ്റ്റർ പ്രീച്ചിങ് തുടങ്ങി. दूसरा एक प्रभु के दास सेवकाई कर रहे हैं. എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. मेरे अंदर बड़ा दुख है, ഞാൻ കൊച്ചുനാൾ മുതൽ ഇങ്ങനെ യേശുവിനെ പറഞ്ഞ് ജീവിച്ച ഒരാളാണ്. क्योंकि छोटे बचपन से ही मैं यीशु के बारे में बोल बोल कर पैदाइश हुआ हूं. പിന്നെന്താ ഞാൻ അഭിഷേകം പ്രാപിക്കാത്ത? तो सवाल ये आ रहा था कि फिर अभिषेक क्यों नहीं मिल रहा. അദ്ദേഹത്തിന്റെ മെസ്സേജ് കഴിയുമ്പോൾ ഗസ്റ്റ് സ്പീക്കർ വന്നു. दूसरा जो प्रचार कर रहा था उनका समाप्त होते ही दूसरा जो गेस्ट पास्टर है वो आ गया. അദ്ദേഹം അവിടെ അനൗൺസ് ചെയ്തു, ലാസ്റ്റ് 10 മിനിറ്റ്സ് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. वहां पर अनाउंसमेंट सूचना ये आया कि आखिरी 10 मिनट वो प्रभु के दास सबके लिए प्रार्थना करेंगे. അദ്ദേഹം സ്റ്റേജിലേക്ക് വന്നു, स्टेज में आया, ബൈബിൾ വെച്ചു, बाइबल रखा, ബൈബിൾ തുറന്നില്ല, बाइबल खोला नहीं. അദ്ദേഹം പറഞ്ഞു, ഞാൻ 10 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. बोला मैं 10 मिनट कुछ बातें करूंगा. അദ്ദേഹം പറഞ്ഞു, ബൈബിളിൽ നിന്നൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, പക്ഷേ ഞാനൊരു മിഷനറിയെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. उन्होंने बोला मैं बाइबल से अभी कुछ बता नहीं रहा हूं, मगर मैं एक मिशनरी के बारे में बताना चाहता हूं. ആഫ്രിക്കയിൽ കർത്താവിന്റെ വേലയ്ക്ക് പോയ ഒരു മിഷനറിയുടെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയാൻ പോകും. अफ्रीका में परमेश्वर का सेवा करने के लिए गया हुआ एक मिशनरी के बारे में बताने जा रहा हूं. അദ്ദേഹം ആ അനുഭവം പറയാൻ തുടങ്ങി. उनका अनुभव वो बताने लगा. ഇദ്ദേഹം ഈ അനുഭവം പറയാൻ തുടങ്ങിയപ്പോൾ പുറകിലിരിക്കുന്ന എനിക്ക് മനസ്സിലായി, എന്നിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. जैसे ही वो बताने लगा, पीछे बैठा हुआ मेरे अंदर मुझे लगा कि कुछ हो रहा है. ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. और मैं बैठकर रोने लगा. ആരും എന്റെ തലയിൽ കൈവച്ചിട്ടില്ല. कोई भी मेरे सिर पर हाथ नहीं रखा. ആ പാസ്റ്ററും ഞാനും ഇരിക്കുന്നത് ഒത്തിരി ദൂരങ്ങളിലാണ്. वो पास्टर और मैं बहुत दूर में हूँ. അദ്ദേഹം ആ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നു. उस प्रभु के दास ने उस अनुभव पूरा बताने के बाद मुझे पता चला कि मैं कंट्रोल नहीं कर पा रहा हूँ अपने आप. അദ്ദേഹം അവിടെ നിന്ന് അനൗൺസ് ചെയ്തു, അപ്പനെയും അമ്മയും നാടും വീടും എല്ലാം വിട്ട് കർത്താവ് പറയുന്ന നാട്ടിൽ വേലയ്ക്ക് പോകാൻ ആര് തയ്യാറുണ്ട്? वहां पर खड़े होकर प्रभु के दास ने बोला, अपने माता पिताओं घर सब छोड़कर प्रभु जो देश दिखा रहा है वहां जाकर सेवा करने के लिए कौन तैयार है. ഞാൻ എൻ്റെ കൈ ഉയർത്തി എഴുന്നേൽക്കുന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. मुझे याद था कि मैं हाथ उठा रहा हूं और खड़ा हो रहा हूं. വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. उसके बाद मुझे कुछ भी याद नहीं है. കുറെ മണിക്കൂറുകൾ കഴിഞ്ഞു. बहुत घंटे बीत गया. ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ താഴെ ഞാൻ വീണ് കിടക്കുകയാണ്. आंख खोलकर जब मैंने देखा कि मैं स्टेज के आगे पड़ा हुआ हूं. ഹോളിൽ എൻ്റെ പേരൻസ് അല്ലാതെ വേറെ ആരുമില്ല. हॉल के अंदर मेरे माता पिता के अलावा और कोई नहीं है. ഞാൻ എഴുന്നേറ്റു. मैं उठकर खड़ा हो गया. ഞാൻ എൻ്റെ പേരൻസിനോട് ചോദിച്ചു, എനിക്ക് എന്താ സംഭവിച്ചത്? ചോദിക്കുന്നത് ഇതാണെങ്കിലും പുറത്തു വരുന്നത് അന്യഭാഷയാണ്. मैं मेरे पेरेंट्स से ये पूछना चाहता है कि मेरे साथ क्या हुआ, मगर वो बोल नहीं पा रहा हूं, मेरे मुंह से अन्य भाषा आ रहा है. ഹല്ലേലൂയ, ओह ഹല്ലേലൂയ. हालेलुया. ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, मुझे पता है कि मुझे क्या बोलना है, പക്ഷേ എൻ്റെ വായിൽ നിന്ന് വരുന്ന അന്യഭാഷ. मगर मेरे मुंह से अन्य भाषा आ रहा है. ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങ് പുറകിലല്ലേ ഇരുന്നത്, ഞാനിപ്പോ എങ്ങനെയാണ് ഫ്രണ്ടിൽ വന്നത്? ഇത് ചോദിക്കുന്നുണ്ട്, പക്ഷെ പുറത്തു വരുന്നത് അന്യഭാഷയാണ്. मैंने बोला मैं तो पीछे बैठा हुआ था, मैं आगे कैसे आया ये पूछना चाहता था, मगर मुंह से वो नहीं आ रहा है, मुंह से अन्य भाषा आ रहा है.
അവർ പറഞ്ഞു, നീ പുറകിലായിരുന്നതെങ്കിലും നീ കൈ ഉയർത്തി എഴുന്നേറ്റപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ വരികയും ഒരു റബ്ബർ പന്ത് വലിച്ചെറിയുന്നത് പോലെ നിന്നെ പരിശുദ്ധാത്മാവ് വലിച്ചെറിയുകയായിരുന്നു. उन्होंने बोला, जब उस दास ने ऐसे बोला कि मेरे लिए जाने के लिए कौन तैयार है, तो हमने देखा कि तेरा हाथ ऊंचा हो रहा है और तू खड़ा हो रहा है. तुरंत हमने देखा कि एक बड़ा सामर्थ तेरे ऊपर आया और तुझे वहां से फेंका. तुम जाके वहां पड़ गए. ഹല്ലേലൂയ. എന്നെ തൊട്ടത് അങ്ങനായിരുന്നു. प्रभु ने मुझे ऐसा छुआ था. ആ സെയിം ഹോളി സ്പിരിറ്റ് ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കും. वही पवित्र आत्मा जो सुबह यहाँ पर भी कार्य करेगा. ആ സെയിം ഹോളി സ്പിരിറ്റ്, वही पवित्र आत्मा, സെയിം ഹോളി സ്പിരിറ്റ്, वही पवित्र आत्मा നിങ്ങളെ ചിലരെ അവൻ തൊടാൻ ആഗ്രഹിക്കുകയാണ്. आप में से कुछ लोगों को वो छूना चाहता है. നിങ്ങളെ അവൻ തൊടാൻ आप में से ആഗ്രഹിക്കുകയാണ്. कुछ लोगों को वो छूना चाहता है. ചിലരെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദർശിക്കുന്നുണ്ട്. कुछ लोगों को व्यक्तिगत रूप में पवित्र आत्मा देख रहा है. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ आप ആഗ്രഹിക്കുന്നു. जहां भी बैठे हुए हैं वहीं पर पवित्र आत्मा आपको छूना चाहता है. ഹല്ലേലൂയ. हालेलुया. എനിക്കൊന്നും അറിയില്ലായിരുന്നു. मुझे कुछ नहीं पता था, പക്ഷെ ഞാൻ എന്റെ മേൽ എന്തോ സംഭവിക്കുന്ന എനിക്ക് മനസ്സിലായി. मगर मैंने अनुभव किया कि मेरे ऊपर कुछ हो रहा है. ഞാൻ അതുകൊണ്ടാണ് ഈ മിഷന് വേണ്ടി ഓടി നടക്കാൻ കാര്യം. അങ്ങനെ സമർപ്പിച്ചപ്പോഴാ പരിശുദ്ധാത്മാവ് എന്നെ തൊട്ടത്. इसलिए मैं मिशंस के पीछे भागते रहता हूँ, क्योंकि मुझे पता है मेरा शुरुआत कैसा था. मैं मिशन के लिए जब समर्पित हुआ तो पवित्र आत्मा ने मुझे छुआ. എന്നോട് ചേർന്ന കരം ഒന്ന് ഉയർത്തിപ്പിടിക്കാം. मेरे साथ क्यों न अपने हाथों को उठाए. കർത്താവിനോടൊന്ന് പറയാവോ, എന്നെ ഒന്നുകൂടെ ഒന്ന് തൊടണേ കർത്താവേ എന്ന്. प्रभु से बोल सकते हैं कि प्रभु तू मुझे छू ले. എന്നെ ഒന്ന് തൊടണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. प्रार्थना कर सकते हैं कि प्रभु तू मुझे छू ले. നിന്റെ ശക്തി എന്റെ മേൽ ഒരിക്കൽ കൂടി ഒന്ന് തരണേ എന്ന് പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? तेरा शक्ति मुझे फिर से दे करके कितने लोग हैं. ചിലരുടെ ഉള്ളത്തോട് ദൈവാത്മാവ് സംസാരിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. कुछ हृदयों से पवित्र आत्मा बात कर रहा है. ആദ്യമായി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതൊക്കെ മനസ്സിൽ നന്നായിട്ട് ഓർമ്മയുള്ള പലരും ഇതിന്റെ അകത്തിരിപ്പുണ്ട്. बहुत से लोगों को याद है वो दिन जिस दिन पवित्र आत्मा तेरे अंदर बहुत बाद आया था. उस दिन നിന്നെ തൊട്ടത് നിനക്ക് മാത്രമേ അറിയാവുള്ളൂ. तुझे पता है कि पवित्र आत्मा ने तुझे कैसे छुआ था. നിന്നെ കൺട്രോൾ ചെയ്യാൻ ആർക്കും കഴിയാതിരുന്നു. कोई तुझे पकड़ कर रख नहीं पाया നിന്നെ കൺട്രോൾ ചെയ്യാൻ മറ്റുള്ളവർക്കും കഴിയാതിരുന്നു. और कोई तुझे संभाल नहीं पाया था. കാരണം നിന്റെ മേൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. क्योंकि तुम्हारे ऊपर पवित्र आत्मा का सामर्थ आया था. സെയിം ഹോളി സ്പിരിറ്റ് ഒരിക്കൽ കൂടി നിന്നെ തൊടാൻ പോകുകയാ. वही पवित्र आत्मा फिर से छूना चाहता है. സെയിം ഹോളി സ്പിരിറ്റ്, वही पवित्र आत्मा, സെയിം ഹോളി സ്പിരിറ്റ്, वही पवित्र आत्मा, സെയിം ഹോളി സ്പിരിറ്റ്, वही पवित्र आत्मा, സെയിം ഹോളി സ്പിരിറ്റ് वही पवित्र आत्मा നിന്നെ ഒന്നുകൂടെ തൊടാൻ फिर से ആഗ്രഹിക്കുക. छूना चाहता है. അല്പസമയം വായി തുറന്ന് मुंह खोल പ്രാർത്ഥിച്ചാട്ടെ. कर थोड़ी देर मुंह खोल कर आवाज उठाकर വായി प्रार्थना. തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. वाई വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. मुंह खोल कर प्रार्थना कर लो. मुंह വായി खोल തുറന്ന് कर പ്രാർത്ഥിച്ചാട്ടെ. आवाज उठाकर प्रार्थना करो. എനിക്ക് ഈ പവർ പോരെ കർത്താവേ, मुझे ये सामर्थ काफी नहीं, എനിക്ക് ഈ പവർ പോരെ मुझे और കർത്താവേ. चाहिए प्रभु. ഈ ദിവസം എന്നെ തൊട്ടേ പറ്റൂ കർത്താവേ. इन दिनों में मुझे छू ले. നീ എന്നെ തൊട്ടേ പറ്റൂ तू കർത്താവേ. मुझे छू ले. നീ എന്നെ തൊട്ടേ പറ്റൂ तू मुझे കർത്താവേ. छू ले. റഠക ബാബാ ബാബാ റഠക ബാബാ ബാബാ ശഖത റബാ റഠക റബക ബാബാ റഠക ബാബാ ബാബാ റഠക ബാബാ ബാബാ. ചിലരുടെ കരങ്ങൾ അത് അറിയാൻ പോകുകയാ. आपके हाथ ये जानने जा रहा ചിലരുടെ है. കരങ്ങൾ അത് അറിയാൻ പോകുകയാ. आपके हाथ ये जानने जा रहा है. വിരലുകൾ അത് അറിയാൻ പോകുകയാ. आपकी उंगलियां ये जानेंगे. റഠക ബാബാ ബാബാ. പിശാചിന് നിന്നെ തടുത്തു വെക്കാൻ കഴിയുകയില്ല. शैतान तुझे पकड़ कर रख नहीं पाएगा. ചില യൗവനക്കാരുടെ ദൈവാത്മാവ് പറയുന്നു, कुछ जवानों से प्रभु कह रहे നീ हैं സ്പിരിറ്റിൽ ഫ്ലൈ ചെയ്യാൻ പോകുകയാ. तुम आत्मा में उड़ने जा रहे. നീ സ്പിരിറ്റിൽ ഫ്ലൈ ചെയ്യാൻ പോകുകയാ. आत्मा में उड़ने जा रहे. ഒരു മത്സ്യം നീന്തുന്നത് പോലെ സ്പിരിറ്റിൽ നീ സ്വിം ചെയ്യാൻ പോകുകയാ. मछली जैसे तैरता है तुम आत्मा में तैरने जा रहे. ഒന്നുകിൽ നീ സ്വിം ചെയ്യുക, ഇല്ലെങ്കിൽ നീ ഫ്ലൈ ചെയ്യുക. या तो तुम तैरेगा नहीं तो तुम उड़ेगा. അന്ന് തൊട്ടവന എന്നെ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. उस दिन जिन्होंने मुझे छुआ वही मुझे यहाँ खड़ा किया. Same spirit, वही आत्मा, same spirit, वही आत्मा, same spirit, वही आत्मा, same spirit. वही आत्मा. रठकतरा बाबा, Shay bara. रठ
നിന്റെ മേൽ വെളിപ്പെടുന്ന അഭിഷേകത്തെ പിശാചിന് ഭയമാണ്. तेरे ऊपर आने वाला अभिषेक को शैतान डरता है. പിശാചിന് ഭയമാണ്. शैतान डरता है. Yes, 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 yes. ഈ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചോ അത് ഈ സഭയിൽ സംഭവിക്കാൻ പോകുകയാ. पेंतकुस्त के दिन जब आया वहां जो भी हुआ वो आज सुबह इस कलीसिया के अंदर आने जा रहा है. എന്നെ തൊട്ടവൻ നിന്നെ തൊടാൻ പോകുകയാ. जिसने मुझे छुआ तुझे भी छुएगा. അന്ന് എന്നെ വലിച്ചെറിഞ്ഞവൻ നിന്നെ തൊടാൻ പോകുകയാ. जिसने मुझे पकड़ा वो तुझे भी पकड़ेगा. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. पवित्र आत्मा का समय है. ഇത് പരിശുദ്ധാത്മാവിന്റെ സഭയാണ്. पवित्र आत्मा का कलीसिया ഇത് है. ദൈവത്തിന്റെ അപ്പർ റൂമാണ്. परमेश्वर का ऊपरी कोठरी है. ഈ ഡൽഹി പട്ടണത്തിൽ ഈ ദൈവസഭ ഒരു അപ്പർ റൂമായി മാറുകയാ. दिल्ली के शहर में ये कलीसिया ऊपरी कोठरी बनेगा. നിങ്ങളിൽ നിന്ന് ദൈവശക്തി പുറപ്പെടാൻ പോകുകയാ. तुझसे प्रभु का सामर्थ्य रहेगा. Yes, 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 yes. നിങ്ങളുടെ ശബ്ദത്തിൽ ദൈവശക്തി തൊടാൻ പോകുകയാ. आपके शब्द में सामर्थ्य आ रहा है. നിങ്ങളുടെ മേലുള്ള ദൈവശക്തി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ आपके ऊपर जो सामर्थ्य है उसको आप सीमित नहीं रख पाएगा. ചിലരോട് കർത്താവ് പറയുന്നു, कुछ लोगों से प्रभु നീ कह रहे हैं, ജനിച്ചു വളർന്നപ്പോൾ തന്നെ तेरे पैदाइश जब से ഹോളി हुआ, സ്പിരിറ്റ് നിന്നെ തൊട്ടതാണ്. पवित्र आत्मा ने तुझे छुआ था. എവിടെ കൊണ്ട് വെച്ചു നിന്റെ ആ ശക്തി? वहाँ कहाँ चला गया तेरा നീ शक्ति? എവിടെ കൊണ്ട് വെച്ചു ആ ശക്തി? कहाँ चला गया वो शक्ति? ഇന്ന് രാവിലെ ഹോളി സ്പിരിറ്റ് പറയുക, आज सुबह पवित्र आत्मा कह रहे हैं, ചിലരെ വിവാഹത്തിന് മുമ്പേ ദൈവാത്മാവ് തൊട്ടതാണ്. कुछ लोगों की शादी से पहले प्रभु की आत्मा ने किसी को छुआ നിന്റെ था. വിവാഹം കഴിഞ്ഞു എന്നുള്ള ഏക കാരണത്താൽ നിന്റെ ശക്തി നീ താത്തു വെക്കരുത്. शामिल शामिल तेरा शादी हो गया इसके बाद तूने अपने शक्ति को नीचे रख दिया. എന്നോട് ചേർന്ന് വായു തുറന്ന് വിളിക്കുക, ഹോളി സ്പിരിറ്റ്. मेरे साथ मुंह खोलकर बोले पवित्र आत्मा. ആ बोलिए ഹോളി സ്പിരിറ്റ്. बोले पवित्र आत्मा. One more time, Holy Spirit. बोले पवित्र आत्मा. One more time, Holy Spirit. पवित्र आत्मा. Come on, വായു തുറന്ന് വിളിക്കുക. खोलकर बोलो Holy Spirit. पवित्र आत्मा. Holy Spirit. पवित्र आत्मा. ഒരിക്കൽ കൂടി എന്നെ തൊടണേ. फिर से मुझे छू ले. ഒരിക്കൽ കൂടി എന്നെ തൊടണേ. एक और बार मुझे छू ले. ഒരിക്കൽ കൂടി എന്നെ തൊടണേ. एक और बार. ഒരിക്കൽ കൂടി എന്നെ തൊടണേ. एक और बार छू നിന്റെ ले. പ്രസ്റ്റീജും സ്റ്റാറ്റസും എല്ലാം പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ അടിയറ വെക്കുക. पवित्र आत्मा के सामने तेरा सब कुछ समर्पित कर दो. ओ राबा ओ शाब्राला शाहबतर खबत जनगद रिगद जनगद रगब दल कथल 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 का रट खतर 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 रंद सखतर रब खतर रब गबा बाबा रंद सखतर रब ग शखतर रब ग शखतर रब बाबा यस 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 നിന്റെ കൈ ചൂടാകാൻ പോകുകയാ. तेरे हाथ गर्म होने जा रहे हैं. നിന്റെ ശരീരം ചൂട് പിടിക്കാൻ പോകുകയാ. तेरे शरीर में भी गर्म आने जा रहा है. हम रटा कथ रबा कथ रबका रटा थ रबा कथ रबा कथ रबाबा रटा का बाबा बाबा यस 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 रटा कथ रबा गबौश सकथ रबा कथ रबा बाबा यस यस लटा करो शखे रंट दबा हतनी का बाबा നിന്നെ തൊട്ട നാളിലെത്തേതുപോലെ തന്നെ നീ ഫ്ലൈ ചെയ്യാൻ പോകുകയാ. जैसे प्रभु ने तुझे छुआ उस दिन वैसे ही तू उड़ने जा रहे हैं. ഇപ്പൊ നിങ്ങൾ ഇടവും വലവും ഒന്നും നോക്കണ്ട. अब दाएं बाएं ना देखे. ഹോളി സ്പിരിറ്റും നിങ്ങളും മാത്രം. पवित्र आत्मा और आपके बीच की ഹോളി സ്പിരിറ്റും നിങ്ങളും മാത്രം. पवित्र आत्मा और आपके बीच की बात रटा है. रटा 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 रब बहत रब हत रब रटा लब्रब खाश बथारा बशंदा लब खत रब रोदा लब बाबा बाबा हा शठाता रब ओ खशतरा रास परा और अबाला रश्मि 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 റോട്ട ഖബ ബാബ ബാബ. ഇതുവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ടോ? अगर आप अभी तक पवित्र आत्मा को नहीं पाए हैं അവർ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു കൊള്ളുക. सिर्फ वही लोग हाथ उठाकर प्रार्थना करो. ഇതുവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ अन्य भाषा पाए अभी तक नहीं पाए आप. ഹോളി സ്പിരിറ്റ് നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു.
पवित्र आत्मा आपको छूना, ഹോളി സ്പിരിറ്റ് നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. वो लोग अपने हाथ उठाकर प्रार्थना, ഹോളി സ്പിരിറ്റ് നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. अगर आप अन्य भाषा नहीं पाए हाथ उठाकर प्रार्थना कर लो, पवित्र आत्मा तुझे छूना चाहता है, ഹോളി സ്പിരിറ്റ് നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. पवित्र आत्मा आपको छूना चाहता ഹോളി സ്പിരിറ്റ് നിങ്ങളെ തൊടാൻ है, ആഗ്രഹിക്കുന്നു. पवित्र आत्मा आपको छूना चाहता ഹോളി സ്പിരിറ്റ് നിങ്ങളെ തൊടാൻ है, ആഗ്രഹിക്കുന്നു. पवित्र आत्मा आपको छूना चाहता നോർമൽ ആയിട്ടല്ല നിങ്ങളെ തൊടാൻ പോകുന്നത്. है, साधारण रूप से नहीं छुएगा। നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണോ ദൈവശക്തിയെ പ്രാപിച്ചത്? क्या आप इंतजार करके प्रभु का सामर्थ पाया? അവൻ തൊടുമ്പോൾ ആ പവറോട് കൂടിയാണ് നിങ്ങളെ തൊടുന്നത്. जब भी वो छुएगा सामर्थ्य से छुएगा। പറവാ തുറന്ന് പരിശുദ്ധാത്മാവേ എന്നെ തൊടണമേ കർത്താവേ, प्रभु से बोले प्रभु मुझे छू ले, എന്നെ തൊടണേ കർത്താവേ, प्रभु मुझे छू ले, എന്നെ തൊടണേ കർത്താവേ, मुझे छू ले, എന്നെ തൊടണേ കർത്താവേ, मुझे छू ले, എന്നെ തൊടണേ കർത്താവേ. प्रभु मुझे छू ആ ले। കൈ ഉയർത്തിയവർ അവിടെ അവിടെ എഴുന്നേറ്റ് നിന്നങ്ങ് പ്രാർത്ഥിച്ചാട്ടെ. जितने लोग हाथ उठाया वही लोग खड़े हो जाए, जल्दी खड़े होकर प्रार्थना करो, അവിടെ തന്നെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. विश्वास के साथ खड़े हो जाओ। യെസ് 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 वही खड़े റബ ജസ്റ്റ് सिर्फ ഒന്ന് वही लोग, सिर्फ वही लोग जो हाथ उठाए। ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ പ്രാപിക്കാൻ പോവാ. 1 मिनट के अंदर प्रभु आपको अन्य भाषा देगा, ഹോളി സ്പിരിറ്റ് നിങ്ങളെ തൊടാൻ പോവാ. पवित्र आत्मा आपको ഹോളി छुएगा, സ്പിരിറ്റ് നിങ്ങളെ തൊടാൻ പോവാ. पवित्र आत्मा आपको എന്നെ छुएगा। തൊട്ടവൻ നിങ്ങളെ തൊടു. जिसने मुझे छुआ वो आपको भी ആ छुएगा। നിൽക്കുന്നവരെല്ലാം വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. आमीन आमीन। जो भी लोग खड़े हैं प्रार्थना कर लो, प्रार्थना कर लो, വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. वो खोल कर प्रार्थना कर लो। പ്രാപിച്ചവരെല്ലാം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. और जितने लोगों को मिला है वो लोग अन्य भाषा में प्रार्थना करो। Rata kataraba kataraka bataraka. Come on, open your mouth. Shata kataraba. Rata kataraba baba. നിങ്ങൾ വായി തുറന്നാൽ ഉറപ്പാ നിങ്ങൾ പ്രാപിച്ചിരിക്കുക. मुंह खोलेगा तो प्रभु तुझे देगा। ആ വായി തുറക്കുക, വായി मुंह തുറന്ന് खोलो പ്രാർത്ഥിക്കുക. प्रभु दे रहे। Yes. मुंह खोलो प्रभु दे रहे। Yes. ओ पारासथा Rata kataraba gaba. आवासथा Rata kataraba gaba. पत्थरे Rata gaba baba. पुरियाथा Rata kataraba gaba. प्रहार प्रहार Raba baba baba. प्रथा। ഇന്ന് പ്രസംഗിക്കേണ്ട ദിവസമല്ല. आज प्रचार का दिन नहीं ഇന്ന് है, പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ സഭ വെളിപ്പെടുന്നത് കാണുന്ന സമയമാണ്. पुनरुत्थान का सामर्थ्य ये कलीसिया देखने का रविवार है। റാഠാകാതറബകാശി, റാഠാകാബ്രബകാശിയഠാകാശ, റാഠാകാത്രബഖത്രബഖാത്ര, റാഠാകാതറബഖതജനക, റാഠാകാതറബകാശിയ, റാഠാകാതറബകാശിയ. അഭിഷിക്തന്മാർ ഒരുമിച്ച് മിനിസ് ചെയ്യുക. റാഠാകാതറബകാശി, അന്ത റാഠാകാബ്രബകാശി, അന്ത റാഠാകാബ്രബക സാഠാകാബ്രബക, റാഠാകാബ്രകോശ ഠേകതറബ. തൊരട്ടെ തൊരട്ടെ തൊരട്ടെ. യെസ് ബതോകോബ്രബകാശി, അന്ത റാഠാകാബ്രബബബ. യെസ് യെസ്. നിങ്ങൾ വായി തുറന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. റാഠാകാബ്രബകോശ ഠേകതറബക. യെസ് യെസ് യെസ്. റാഠാകാതറബക, റാഠാകാതറബബ. തൊടുകയാ 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 തൊടുകയാ. റാഠാകാ ബാബാ ബാബാ ബാബാ. റെന്ദാലാ ബാബാ ബാബാ ബാബാ. റാഠാലാ കദറഗാ ബാബാ. യെസ് യെസ് യെസ്. റോദാലാ ബാബാ ബാബാ. ശംബദാരാ ബാബാ ബാബാ. അന്ധറബ ഖദറ ബാബാ ബാബാ. Come on, open your mouth, open your mouth. Hama baba baba, shakatara baba baba baba. Randa shakatara baba, shakatara baka. Randa shakatara baka. Rata labra baskatara baba baba. Amda rata labra bo shatakatara baba. Rata katara baba baba. Re lata katara baba baba. Rata ka baba baba. Rata ka baba baba. Rata ka baba baba. Re baba baba baba. Shamdala baba baba. Come on. Praying spirit. Ta ta kata raba. Rata kata raba ga shakata raba. Rata kata raba ga shata raba. Le ata katera be kato. Receive it in the name of Jesus. Yes. Open your mouth. Rata. Re teketa raba. Re teketa raba. Re keta raba baba. Re teketa raba baba. Re teketa raba baba. Re teketa raba baba. Re. Receive it. Sokhara baba. Sel ratal bara. Martha karthala raba. Martho riatol korobasikia. Masiti araba. Yes. Masiti araba. Yes. Marosika. Yes. Miliartos. Yes. Miria hasbor. Yes. Bartonia. Ratha katara baba. Thal baba baba. Ratha katara baba. Le. Athal bini ka baba baba. Roda la baba baba. Ilartasi.
Elarthasiya. Oh Jesus. Arsiteria thala. Please lift up your hands. दोनों हाथों को उठाएंगे. सिर्फ तेरे लिए यीशु, तेरे लिए सिर्फ तेरे तेरे लिए यीशु, तेरे लिए मैं हाथ उठाता हूँ. सिर्फ तेरे पास कराई चास्ती पे होली स्पिरिट. सिर्फ तेरे लिए, राजा तेरे लिए, ओ तेरे लिए, यीशु तेरे लिए मैं हाथ उठाता हूँ. पवित्र आत्मा, पवित्र मुझे ले जाओ यीशु के प्रकाश. पवित्र आत्मा, पवित्र आत्मा, पवित्र आत्मा, मुझे ले जाओ यीशु के चरणों में. പവിത്ര ഓ ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ये पवित्र आत्मा का समय है. പെന്തക്കോസ്ത് നാൾ വന്നപ്പോ पेंतुकोस्त के समय അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. एक जगह पर वे इकट्ठे हुआ. പ്ലീസ് ബി സീറ്റഡ്, പ്ലീസ് ബി സീറ്റഡ്. എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. एक जगह पर वे सब इकट्ठे थे. എല്ലാവരും കര ഉയർത്തി പറ, ഒരുമിച്ച് കൂടിയിരുന്നു. हाथ उठाकर बोलो एक साथ थे वे लोग. വൺ മോർ ടൈം, ഒരുമിച്ച് കൂടിയിരുന്നു. बोलो एक साथ थे. ഒരിക്കൽ കൂടി പറ, ഒരുമിച്ച് एक और കൂടിയിരുന്നു. बार बोलो एक साथ थे. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 2. प्रेरितों का पुस्तक 2 अध्याय 2 वचन. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലൊരു മുഴക്കമുണ്ടായി. अचानक से आंधी की सी सनसनाहट सी आवाज आई. പെട്ടെന്ന്, अचानक से, പെട്ടെന്ന്, अचानक, പെട്ടെന്ന്. अचानक. എല്ലാവരും വായി തുറന്ന് പറ, പെട്ടെന്ന്. बोलो एकाएक. വൺ മോർ ടൈം, एक और बार बोलो एकाएक. വൺ മോർ ടൈം. अचानक. കര ഉയർത്തി പറയുക. हाथ उठाकर बोलो अचानक. അതൊരു പ്രൊഫറ്റിക് വേർഡാണ്. ये एक भविष्य सूचक शब्द है. വായി തുറന്ന് പറ, പെട്ടെന്ന്. हाथ उठाकर बोलो अचानक. വൺ മോർ ടൈം, एक और बार പെട്ടെന്ന്. अचानक. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്നാണ്. पवित्र आत्मा का काम सब जल्दी हो जाता है. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാ. मैं आपको देखकर भविष्यवाणी कर रहा हूँ. വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മറുപടി പെട്ടെന്ന് വരാൻ പോകുകയാ. जिन विषयों के लिए प्रार्थना कर रहा था अचानक से आपके लिए उत्तर आने जा रहा है. പെട്ടെന്നൊരു സൗഖ്യം സംഭവിക്കാൻ പോകുകയാ. अचानक एक चंगाई अभी प्रकट हो सकता है. ഇന്ന് വീട്ടിൽ നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ പെട്ടെന്നൊരു ഡെലിവറൻസ് നിങ്ങൾ കാണാൻ പോകുകയാ. घर में आज जब आप पहुंचते ही अचानक आप एक छुटकारे का खबर मिल सकता है. ഹല്ലേലൂയ. हालेलुया. ഞാൻ ഈ സഭയെ നോക്കി പ്രവചിക്കുന്നു. इस कलीसिया को देखकर ഈ भविष्यवाणी कर रहा हूं. സഭയ്ക്കകത്തൊരു റിവൈവൽ പെട്ടെന്ന് സംഭവിക്കാൻ इस പോകുകയാ. कलीसिया के अंदर जल्दी से अचानक एक बेदारी आने जा रहा है. ഓ രാധാറാബാഗ ശന്ദറാബാഗ. പെട്ടെന്ന് ഇവിടെ ഒരു റിവൈവൽ നടക്കാൻ പോകുകയാ. अचानक एक बेदारी आने जा रहा है. റാബാദജനക ശന്ദറാബ. എത്ര പേർ വിശ്വസിച്ചത് ഡിക്ലെയർ ചെയ്യോ? कितने लोग विश्वास करते हैं, कितने लोग घोषणा कर सकते ആ हैं. പെട്ടെന്ന് അത് സംഭവിക്കാൻ बोलो പോകുകയാ. अचानक से होने जा रहा നിങ്ങളുടെ വിടുതൽ പെട്ടെന്ന്, है. बोलो बोलो अचानक നിങ്ങളുടെ से. സൗഖ്യം പെട്ടെന്ന്. छुटकारा जल्दी. ഇനി ലേറ്റ് ആകുകയില്ല. चंगाई जल्दी. സഡൻലി, अब देर नहीं होगा. സഡൻലി अचानक से നിങ്ങളുടെ ഫാമിലി വിടുവിക്കപ്പെടുന്നത് പെട്ടെന്നായിരിക്കും. परिवार आपका जल्दी छुड़ाए जाने जा रहा है. നിങ്ങളുടെ ഫാമിലിയിൽ ചിലർ ബാപ്റ്റിസം എടുക്കാൻ പോകുന്നത് പെട്ടെന്നായിരിക്കും. घर में कुछ लोगों को बपतिस्मा अचानक से होने जा रहा है. ചിലർ വേലയ്ക്ക് ഇറങ്ങാൻ പോകുന്നത് പെട്ടെന്നായിരിക്കും. कुछ लोग सेवा में जल्दी उतरने जा रहा है.
ചിലരെ ദൈവം യൂസ് ചെയ്യാൻ പോകുന്നത് പെട്ടെന്നായിരിക്കും. कुछ लोगों को प्रभु अचानक से इस्तेमाल करने जा रहे हैं. ചിലർ അഭിഷിക്തരാകാൻ പോകുന്നത് പെട്ടെന്നായിരിക്കും. कुछ लोग अभिषिक्त बनने जा रहा है. നിങ്ങളുടെ ഹീലിംഗ് അനോയിന്റിംഗ് പുറത്തു വരുന്നത് പെട്ടെന്നായിരിക്കും. आपका चंगाई का अभिषेक अचानक से प्रकट होने जा रहा है. നിങ്ങളുടെ പ്രൊഫറ്റിക് അനോയിന്റിംഗ് പുറത്തു വരുന്നത് പെട്ടെന്നായിരിക്കും. भविष्य सूचक अभिषेक जल्दी बाहर आएगा. Yes. Ratakatarabaga shatarababa. Ratakatarabaga shandalaya baba. പെട്ടെന്ന് ചിലത് സംഭവിക്കുകയാ. अचानक से कुछ होगा. പെട്ടെന്ന് ചിലത് സംഭവിക്കുകയാ. अचानक से कुछ होगा. നിങ്ങൾ ദുരാത്മാക്കളെ പുറത്താക്കാൻ പോകുന്നത് പെട്ടെന്നായിരിക്കും. दुष्ट आत्माओं को अब तुम हमें अचानक से बाहर करने जा रहा है. ഞാൻ ആത്മാവിൽ അത് അറിയുന്നു. आत्मा में जान रहा ഈ हूं. മിനിസ്ട്രിക്കകത്തു നിന്ന് ആയിരക്കണക്കിന് ആർമി ഇറങ്ങാൻ പോകുകയാ. हजारों सेना यहाँ से निकलने जा रहा है. പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് പറയുന്നു. पवित्र आत्मा कह रहा है. ചിലരുടെ വേഗത കൂടാൻ പോകുകയാ. कुछ लोगों का गति बढ़ने जा रहा है. വേഗത കൂടാൻ പോകുകയാ. गति बढ़ने जा रहा है. വേഗത കൂടാൻ പോകുകയാ. गति बढ़ने जा रहा है. സ്ലോ ആയി പോയ പലരും സ്പീഡപ്പ് ആകാൻ പോകുകയാ. जिसमें देरीपन आया था उसमें स्पीड आने जा रहा है. സഡൻലി നിങ്ങൾ നിങ്ങളുടെ മകന് വേണ്ടി മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. आप आपके बेटे और बेटी के लिए प्रार्थना कर रहे हैं. നിങ്ങളുടെ മക്കളുടെ വിടുതൽ പെട്ടെന്നായിരിക്കും. आपका बच्चों का उद्धार जल्दी होने जा रहा है. യെസ് അവരുടെ ഭൗതിക ജോലിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? उनके काम नौकरी के लिए प्रार्थना करते हैं. അവരുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ പെട്ടെന്ന് വരാൻ പോകുകയാ. उनका अपॉइंटमेंट ऑर्डर जल्दी आने जा रहा है. നിങ്ങളുടെ ബിസിനസ് സക്സസ് ആകുന്നത് പെട്ടെന്നായിരിക്കും. आपका बिजनेस अचानक सफल होने जा रहा है. ഓ ഹല്ലേലൂയ. ആ വാക്ക് ആ വായിൽ കൂടി പല പ്രാവശ്യം നീ പറയണം. പെട്ടെന്ന് मुंह खोलकर ये शब्द जो हम हमेशा बोलते रहना. अचानक से प्रभु कुछ करने जा रहे हैं. अचानक से प्रभु कुछ करने जा रहे हैं. ഹല്ലേലൂയ. हालेलुया. ബൈബിൾ പറയുന്നു बाइबल कहता है പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. आकाश से बड़ी आंधी की सी सनसनाहट का शब्द हुआ. ഹല്ലേലൂയ. ഞാൻ 5 വാക്ക് നിങ്ങളോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകുകയാ. 5 शब्द देखकर प्रार्थना करने जाता. അത് ഈ സഭയ്ക്കുള്ള ദൂതാണ്. वो इस कलीसिया के लिए है. ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ पवित्र आत्मा जब आया 5 കാര്യം അവിടെ സംഭവിച്ചു. 5 बात हुआ. നമ്പർ 1 पहला വേഴ്സ് 2 दूसरा वचन में ഒരു വലിയ മുഴക്കമുണ്ടായി. बड़ी शब्द हुआ. അതവർ കേട്ടു. उन्होंने वे सुना. അതവർ കേട്ടു. उन्होंने वे सुना. എല്ലാവരും ചേർന്ന് പറ കേട്ടു. बोलो सुना. ഞാൻ കൈവെക്കുന്ന പോലെ ഇങ്ങനെ കൈവച്ച് जैसे हाथ में रखा वैसे रखिए. അവരത് കേട്ടു. वे उसको सुना. ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ അവിടെയുള്ളവർ അത് കേട്ടു. पवित्र आत्मा जब आया तो वहां पर जो लोग थे उन्होंने सुना. അതുപോലെ ഹോളി സ്പിരിറ്റ് ഇവിടെ വെളിപ്പെടാൻ പോകുകയാണ്. ऐसे ही पवित्र आत्मा यहाँ प्रकट होने जा रहा है. നമ്പർ 2 दूसरा അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. जहां वे बैठे थे वहां गूंज गया. നിറച്ചു. बोलो गूंज गया. നമ്പർ 1 पहला അവർ കേട്ടു. सुना. നമ്പർ 2 दूसरा നിറച്ചു. गूंज गया. ആ നമ്പർ 3 तीसरा അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർ കണ്ടു. अगला वचन में इस प्रकार लिखा है वे जीबे फटती हुई देखा. എല്ലാവരും ചേർന്ന് പറ ദേഖാ. बोलो देखा. വൺ മോർ ടൈം കണ്ടു. देखा. ഒരിക്കൽ കൂടി പറ അവർ കണ്ടു. बोलो देखा. 3 പദങ്ങൾ ഞാൻ പറഞ്ഞു. 3 शब्द मैंने बोला. 1 അവർ കേട്ടു, 2 അവർ നിറച്ചു, 3 അവർ കണ്ടു. सुना, गूंजा, देखा. ആ നമ്പർ 4 14 അവരിൽ ഓരോരുത്തന്റെ മേലത് പതിഞ്ഞു. 14 है उनमें से हर एक पर आ ठहरी. പതിഞ്ഞു. बोलो ठहरी. Come on, one more time. ठहरी. One more time. ठहरी. കരങ്ങളെ ഉയർത്തി പറയുക. हाथ उठाकर बोलो ठहरी. ഹല്ലേലൂയ. हालेलुया. 1 അവർ കേട്ടു, पहला सुना, 2 അവരിൽ നിറച്ചു, दूसरा गूंजा, 3 അവർ കണ്ടു, तीसरा देखा, 4 അവരിൽ പതിഞ്ഞു. 14 ठहरी. നമ്പർ 5 पांचवा വേഴ്സ് 4 14 वचन അവർ അന്യഭാഷ പറഞ്ഞു.
वे अन्य अन्य भाषा बोला 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 come on बोलिए बोला बोलिए बोला one more time बोला एक और बार बोला hallelujah हालेलुया। ആ 5 പദങ്ങൾ നിങ്ങൾ പഠിച്ചാൽ ये 5 शब्द अगर आप सीखा 5 സെൻസിനെ ഹോളി സ്പിരിറ്റ് തൊട്ടതായി കാണാൻ കഴിയും. आपको समझ में आएगा 5 इंद्रियों को पवित्र आत्मा ने छू लिया। ഹല്ലേലൂയ 5 സെൻസിനെ ഹോളി സ്പിരിറ്റ് തൊടുകയാണ്. 5 इंद्रियों को पवित्र आत्मा छू रहा है। അതാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചേ. पेंतकुस्त का दिन यही हुआ। പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ पवित्र आत्मा जब उतरा പഞ്ചേന്ദ്രിയങ്ങൾ പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിഞ്ഞു. शरीर के हर एक इंद्र ये जाना कि पवित्र आत्मा क्या है। ഇവിടെ അത് സംഭവിക്കാൻ പോകുകയാ. यहाँ ये होने जा रहा है। നീ ആത്മാവിൽ നിറയുകയാണ്. നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് നിന്നെ തൊടും. पवित्र आत्मा अगर तुम में उतरता है तो शरीर के हर अंग ये जानेगा। ഹല്ലേലൂയ. നീ ആ ആത്മാവിനെ കാണാൻ പോകുകയാ. तुम उस आत्मा को देखेगा। ഞാൻ നിറയാൻ പോകുകയാ. तुम गूंजे जाएगा। കാണാൻ പോകുകയാ. देखने जा रहा है। പതിയെ നിങ്ങളുടെ ശരീരത്തിൽ അത് പതിയാൻ പോകുകയാ. ठहरने जा रहा है। നിങ്ങൾ അന്യഭാഷ പറയാൻ പോകുകയാ. बोलने जा रहा है। ഹല്ലേലൂയ. हालेलुया। നോർമലി നമ്മൾ അന്യഭാഷ പറയുന്നുണ്ട്. हम शायद अन्य भाषा बोलते होंगे। അന്യഭാഷ പറയുന്നുണ്ട്. अन्य भाषा तो ബാക്കി बोलते हैं। 4 കാര്യം ഇവിടെ സംഭവിക്കണം. बाकी 4 होना है। ആമേൻ. കേൾക്കണം, सुनना है, गूंजना है, കാണണം, देखना है, നമ്മിൽ പതിയണം. ठहरना है। ഹല്ലേലൂയ. हालेलुया। കേൾക്കണം, सुनना है, നിറയണം, गूंजना है, കാണണം. देखना है, ठहरना है। എത്ര പേര് ആഗ്രഹിക്കും कितने लोग चाहते हैं ഹോളി സ്പിരിറ്റ് पवित्र आत्मा എന്റെ 5 ഇന്ദ്രിയങ്ങളെയും തൊടുന്ന രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിയാട്ടെ. मेरे 5 इंद्रियों को छूने लायक उतर जा। വെറുതെ അല്ല പത്രോസിന്റെ നിഴല് തട്ടിയപ്പോൾ രോഗി സൗഖ്യമായി. अरे इसीलिए तो पतरस की परछाई से भी चमत्कार हुआ। അവൻ പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ഫുൾനെസ് ഉണ്ടായിരുന്നു. पतरस ने जो पवित्र आत्मा का भरपूरी पाया वो अलग ही था। ഹല്ലേലൂയ. ജസ്റ്റ് അന്യഭാഷ പറയുന്ന രീതിയിൽ മാത്രം മൂവ് ചെയ്യുകയല്ലായിരുന്നു. सिर्फ अन्य भाषा बोल ही रहा ऐसे नहीं था। അവരുടെ 5 സെൻസിനെയും ഹോളി സ്പിരിറ്റ് തൊടുകയായിരുന്നു. 5 इंद्रियों को पवित्र आत्मा ने ले लिया। ഇന്ന് കർത്താവിനോട് പറയണം, आज प्रभु से बोलना, എന്നെ അങ്ങനെ ഒന്ന് തൊടണേ मुझे കർത്താവേ. ऐसे छू लेना। എനിക്ക് എന്റെ കണ്ണിനെ കൺട്രോൾ ചെയ്യണം. मुझे मेरे आंखों के ऊपर नियंत्रण चाहिए। എനിക്ക് എന്റെ കാതിനെ കൺട്रोल ചെയ്യണം. मेरे कान के ऊपर मुझे नियंत्रण എനിക്ക് चाहिए। എന്റെ നാവിനെ കൺട്രോൾ ചെയ്യണം. मेरे जुबान के ऊपर नियंत्रण चाहिए। അതിനുവേണ്ടി ഒറ്റ കാര്യം, നീ എന്നെ പൂർണ്ണമായിട്ടൊന്ന് തൊടണേ. इसीलिए मुझे पूर्ण रूप से छू लेना। എന്റെ 5 ഇന്ദ്രിയങ്ങളെയും നിന്റെ കരങ്ങളിൽ സറണ്ടർ ചെയ്യുകയാ. मेरे 5 इंद्रियों को मैं सौंप देता हूँ। സറണ്ടർ ചെയ്യുക. सौंप देता हूँ। പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. दोनों हाथों को उठाओ। കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് പറ, हाथों को उठाकर प्रभु से बोलो, കർത്താവേ എന്നെ മുഴുവനുമായി ഒന്ന് തൊടണേ കർത്താവേ. पूर्ण रूप से मुझे छू ले। ഞാൻ ആത്മാവിൽ അറിയുന്നു, मैं आत्मा में जान रहा हूँ। അതിശക്തമായി ദൈവം ഉപയോഗിക്കേണ്ട ചിലർ ഇതിന്റെ അകത്തിരിപ്പുണ്ട്. सामर्थ्य रूप से इस्तेमाल होने वाला कुछ लोग यहाँ बैठा है। നിങ്ങൾക്ക് അത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത റിലത്തിൽ ദൈവം യൂസ് ചെയ്യേണ്ടവർ ഇതിന്റെ അകത്തിരിപ്പുണ്ട്. आपके सपनों से परे ऐसे स्तर में इस्तेमाल होने वाला लोग यहाँ पर बैठा है। ഒറ്റ വഴിയേ ഉള്ളൂ, നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ കർത്താവിന്റെ കയ്യിലേക്ക് സറണ്ടർ ചെയ്യുക. एक ही उपाय है, तेरे 5 इंद्रियों को प्रभु के हाथों में दे दो। ഹോളി സ്പിരിറ്റ് അങ്ങനെ നിങ്ങളെ യൂസ് ചെയ്യാൻ पवित्र പോകുക. आत्मा तुझे ऐसा इस्तेमाल करेगा। ഹോളി സ്പിരിറ്റ് അങ്ങനെ യൂസ് ചെയ്യാൻ പോകുക. पवित्र आत्मा तुझे इस्तेमाल करेगा। എല്ലാവരും വായി തുറന്ന് വിളിക്കുക, ഹോളി സ്പിരിറ്റ്, मुंह खोलकर बुलाओ, पवित्र आत्मा, ഹോളി സ്പിരിറ്റ്. पवित्र आत्मा, എനിക്ക് കേൾക്കണം, मुझे सुनना है, നിറയണം, मुझे गूंजे जाना है, കാണണം, मुझे देखना है, എന്നിൽ പതിയണം. मुझ में ठहरो। ശാത്ര ബത്ര 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 ബൽഖതറ 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 ഷാദർ ബി ഖംദലറയ ബൗഷ ഹോദദറ ബഖതറ ബഗദലറ ബൗഷന്തലയ ബഖ बारज़ाता, റുദല ബാബാ ബാബാ. बारज़ाता। സത്യത്തിൽ ആ വാക്യം ശിഷ്യവൃന്ദങ്ങളുടെ ലൈഫിൽ ഒരു ഡിവൈൻ എൻകൗണ്ടർ ആയിരുന്നു. वो वचन प्रेरितों के जीवन में एक मुखपेट था। ഹല്ലേലൂയ. हालेलुया। പരിശുദ്ധാത്മാവിന്റെ ഒരു വിസിറ്റേഷൻ ആയിരുന്നു. पवित्र आत्मा का एक मुलाकात था। നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവിനോട്, आप प्रभु से प्रार्थना कर, കർത്താവ് എന്നെ ഒന്ന് വിസിറ്റ് ചെയ്യണേ. प्रभु मुझसे मुलाकात നിന്റെ कर। ആത്മാവ് എന്നെ ഒന്ന് വിസിറ്റ് ചെയ്യണേ. तेरी आत्मा मुझसे मुलाकात कर। അങ്ങനെ സംഭവിച്ചാൽ
ऐसे अगर होगा നിങ്ങൾ വ്യത്യസ്തരായി മാറും. आप अलग हो जाएगा, നിങ്ങൾ ഡൽഹിയിൽ വ്യത്യസ്തരായിരിക്കും. आप दिल्ली में अलग हो जाएगा, നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ പോലെ നിങ്ങൾ ആവുകയില്ല. जैसे आपके पड़ोसी है वैसे नहीं होगा, നിങ്ങൾ വേറൊരാളായിരിക്കുക. आप अलग व्यक्ति बन जाएंगे। ഞാൻ പ്രാർത്ഥിക്കുന്നു, मैं प्रार्थना करता हूँ നാളെ കഴിഞ്ഞ് നടക്കുന്ന ഈ ക്ലാസ്സിൽ ഒരു എൻകൗണ്ടർ സംഭവിക്കണം. कल और परसों जो क्लास हो रहे वहां पर मुख भेंट होने पाए। ചിലരെ കർത്താവ് മാറ്റിയെടുക്കാൻ പോകുകയാ. कुछ लोगों को प्रभु इस्तेमाल करेगा, മാറ്റിയെടുക്കാൻ പോകുകയാ. बिल्कुल बदल देगा। അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടോ എഡ്യൂക്കേഷൻ ഇല്ലയോ ദൈവം നോക്കുന്നില്ല. उनको वो पढ़े लिखे हैं नहीं है, प्रभु नहीं देखता, ये ദൈവം നോക്കുന്നില്ല. प्रभु ये सब नहीं देखता। പത്രോസ് സാധാരണക്കാരനായിരുന്നു, पतरस साधारण मछुआरा പക്ഷെ അവൻ യേശുവിന്റെ കൂടെ मगर ആയിരുന്നു. यीशु के साथ था। നാളെ കഴിഞ്ഞ് ഒക്കെ ചിലർ യേശുവിന്റെ കൂടെ നടക്കാൻ പോകുകയാ. कल और परसों कुछ लोग यीशु के साथ चलने जा ആ रहा है। ക്ലാസ് കഴിയുമ്പോ क्लास के बाद ചിലർ ഡിഫറെന്റ് വേയിൽ മൂവ് ചെയ്യാൻ പോകുകയാ. कुछ लोग अलग तरीके से चलने जा रहा है, അവരിൽ കൂടി ദൈവശക്തി പുറപ്പെടാൻ പോകുകയാ. उनके द्वारा प्रभु का सामर्थ्य फैलने जा रहा है। ചിലപ്പോ അവർ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കാം. शायद गांव से आने वाला होगा। ഹോളി സ്പിരിറ്റ് പറയുന്നു पवित्र आत्मा कह रहे हैं യേശുവിനെ പോലെയാകാൻ പോകുകയാ. यीशु जैसा बनेगा। ഹല്ലേലൂയ. बाबा നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. प्रार्थना करने जा रहे हैं, പ്ലീസ് ക്ലോസ് യുവർ ഐസ്. अपनी आंखों को बंद ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. खड़े हो जाए, खड़े हो जाए। അംബ്രഖാസ് ക്രൈച്ചാസ്റ്റാ ബഖാംദല